we write each of the following permutations as a product of disjoint cycle. First question, one cycle 1, 2, 3, 5, 4, 1, 3. 4, 1, 3. This is equal to 1, 2, 3, 5. 1, 2, 3, 4, 5. അപ്പോൾ 1 അങ്ങോട്ട് പോകുന്നത് 1 2 പോകുന്നു, 2 3 പോകുന്നു, 3 5 പോകുന്നു, 5 1 പോകുന്നു. 2 3 4 5 4 1 പോകും, 1 3 പോകും, 3 4 പോകും, 2 5 ഫിക്സഡ് ആണ്. ഇവിടുത്തെ ആൻസർ ഈ രണ്ട് പെർമ്യൂട്ടേഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പെർമ്യൂട്ടേഷൻ ആരായിരിക്കും? 1 2 3 4 5. 1ന്റെ ഇമേജ് ഇവിടെ എന്താ? 1 ഇവിടെ 3 പോകുന്നു, 3 ഇവിടെ 5 പോകും. അപ്പോൾ 1ന്റെ ഇമേജ് 5 ആവും. ഇവിടെ 2 2 പോകുന്നു, 2 3 പോകുന്നു, 2ന്റെ ഇമേജ് 3. 3ന്റെ ഇമേജ് ഇവിടെ 3ന്റെ ഇമേജ് കണ്ടുപിടിക്കാൻ സെക്കൻഡ് പെർമ്യൂട്ടേഷനിൽ 3 4 പോകുന്നു, 4 4 പോകുന്നു. അപ്പോൾ 3ന്റെ ഇമേജ് 4 ആണ്. 4 1 പോകുന്നു, 1 2 പോകുന്നു, 5 5 പോകുന്നു, 5 1 പോകുന്നു. അപ്പോൾ നോക്കിയേ, ഇവിടെ നോക്കിയാൽ 1 5 1 5 ഒരെണ്ണം 1ഉം 5ഉം കൂടി അങ്ങ് അവസാനിക്കുകയാണ്. 1ലും 5ലും ആയിട്ട് അങ്ങ് അവസാനിപ്പിച്ചു. 1 5. അപ്പോൾ ഒരു സൈക്കിൾ ആയിട്ട് എടുക്കുക 1 5. അടുത്ത് നോക്കിയേ, 2 3 പോകുന്നു, 3 4 പോകുന്നു, 4 2 പോകുന്നു. ഇങ്ങനെ എഴുതിയല്ലോ. അപ്പോൾ ഈ രണ്ട് പെർമ്യൂട്ട് നോക്കിയേ, ഇവിടെ ഡിസ്ജോയിന്റ് അല്ലേ, ഇവിടെയും കോമൺ ആൾക്കാരൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ ഡിസ്ജോയിന്റ് അല്ല. ഇവിടെ നോക്കിയേ, ഇവിടെ 1 കോമൺ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ആരും കോമൺ ഇല്ല. അപ്പോ ഇനി 1 3 2 5 6 1 3 1 3 2 5 6 into 2 3 into 4 6 5 1 2. So this is equal to ഇവിടെ 1 2 3 4 5 6. 1 3ലേക്ക്, 3 2ലേക്ക്, 2 5ലേക്ക്, 5 6ലേക്ക്, 6 1ലേക്ക്, 4 ഫിക്സഡ്. അടുത്ത് 2 3. ഈ സൈക്കിൾ എഴുതിയാലോ? 2 3 എന്ന പെർമ്യൂട്ടേഷൻ, ഇതൊരു ഒരു സിംഗിൾ പെർമ്യൂട്ടേഷൻ ആണെന്ന് വിചാരിച്ചു 2 3 എന്ന പെർമ്യൂട്ടേഷൻ എഴുതിയാലോ? 1 2 3 4 5 6. 2 3 പോകും, 3 2 പോകും, ബാക്കിയുള്ളവരൊക്കെ ഫിക്സഡ് ആണ്. 1 1 4 4 5 5 6 6. അടുത്ത് 1 2 3 4 5 6. ഇവിടെ 4ന്റെ ഇമേജ് 6 ആണ്, 6ന്റെ ഇമേജ് 5 ആണ്, 5ന്റെ ഇമേജ് 1 ആണ്, 1ന്റെ ഇമേജ് 2 ആണ്, 2ന്റെ ഇമേജ് വീണ്ടും 4 ആവും. 3 ഫിക്സഡ് ആണ്. ഇനി ഇവിടെ ഇവയുടെ പ്രോഡക്റ്റ് എടുത്താലോ? ഇവയുടെ പ്രോഡക്റ്റ് എടുത്താൽ 1 2 3 4 5 6 3 5 2 4 6 1. ആദ്യത്തെ അങ്ങ് എഴുതി. ഇനി ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 2 3 4 5 6. 1 ഇവിടെ 2 2 ഇവിടെ 3 2 ഇവിടെ 4 4 ഇവിടെ 4ലേക്ക്, 3 ഇവിടെ 3ലേക്ക്, 3 ഇവിടെ 2ലേക്ക്, 4 6 6 6 5 1 1 1 6 5 5 5. ഇനി ഇവ നമ്മൾ ഈ രണ്ടെണ്ണം കൂടി മൾട്ടിപ്ലൈ ചെയ്താലോ? 1 2 3 4 5 6. 1 ഇവിടെ 3 പോകും, 3 ഇവിടെ 2 പോകും, 2 ഇവിടെ 4 പോകും, 4 ഇവിടെ 4ലേക്ക് വരും, 3 2 പോകും, 2 5 പോകും, 4 6 പോകും, 6 1 വരും, 5 1 പോകും, 1 3 പോകും. 6ന്റെ ഇമേജ് 5 ആണ്, 5ന്റെ ഇമേജ് 6 ആണ്. നോക്കിയേ, ഇവിടെ എങ്ങനെ നമുക്ക് സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം? 1 2 2 4 4 വീണ്ടും 1 ആയി. 1 2 4. അടുത്ത് 3 5ലേക്ക് അല്ലേ, 3 5ലേക്ക് പോകും, 5 3 പോകും,
വേറെയോ 1 2 3 4 5 ഇനി 6 ഫിക്സഡ് അല്ലേ 6 ഫിക്സഡ് ആണ് അപ്പോൾ 6 എങ്ങനെ എഴുതാം 6 ഒരു 1 സൈക്കിളാണ് സൈക്കിൾ ഓഫ് ലെങ്ത് 1 ആണ് അപ്പോൾ ഇതിന് നോക്കിയേ മൂന്ന് ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതിയില്ല അങ്ങനെയല്ലേ പറഞ്ഞിരുന്നേ അല്ലെ ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാനല്ലേ പറഞ്ഞിരുന്നേ ശരിയല്ലേ ഇനി ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ 1 2 1 3 2 3 1 4 2 അപ്പോൾ മാക്സിമം 4 വരെ ഉണ്ട് അപ്പൊ അങ്ങനെ എഴുതാം ഈക്വൽ ടു 1 2 നെ 1 2 3 4 5 വേണ്ട അല്ലെ 4 വരെ മതി 1 2 3 4 1 2 ലേക്ക് 2 1 ലേക്ക് 3 4 ഫിക്സഡ് അടുത്ത് 1 3 ആ പറഞ്ഞിരിക്കുന്നത് 1 2 3 4 1 3 ലേക്ക് 3 1 ലേക്ക് 2 4 ഫിക്സഡ് അടുത്ത് 2 3 ആ 1 2 3 4 2 3 ലേക്ക് 3 2 ലേക്ക് 1 1 4 ഫിക്സഡ് 1 2 3 4 1 4 ലേക്ക് 4 2 ലേക്ക് 2 1 ലേക്ക് 3 ഫിക്സഡ് 1 2 3 4 2 1 3 4 അതവിടെ ഇരുന്നോട്ടെ രണ്ടാമത്തത് അവിടെ ഇരുന്നോട്ടെ 1 2 3 4 3 2 1 4 അവസാനത്തെ രണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എന്താ അവരോട് 1 2 3 4 1 4 ലേക്ക് പോകുന്നു 4 4 ലേക്ക് വരുന്നു 2 1 ലേക്ക് പോകുന്നു 1 1 ലേക്ക് വരുന്നു 3 3 ലേക്ക് പോകുന്നു 3 2 ലേക്ക് വരുന്നു 4 ഇവിടെ 2 ലോട്ട് പോകുന്നു 2 ഇവിടെ 3 ലേക്ക് പോകുന്നു ഇനി ആദ്യത്തെ അവിടെ ഇരുന്നോട്ടെ 1 2 3 4 2 1 3 4 സെക്കൻഡും തേർഡും കൂടി മൾട്ടിപ്ലൈ ചെയ്താലോ 1 2 3 4 1 4 ലേക്ക് പോകുന്നു 4 4 ലേക്ക് വരുന്നു 2 1 ലേക്ക് വരുന്നു 1 3 ലേക്ക് വരുന്നു 3 2 ലോട്ട് വരുന്നു 2 2 ലോട്ട് വരുന്നു 4 ന്റെ ഇമേജ് ഇവിടെ കണ്ടുപിടിക്കാൻ 4 ഇവിടെ 3 ലേക്ക് പോകുന്നു 3 ഇവിടെ 1 ലേക്ക് പോകുന്നു ഇനി ഈ രണ്ട് പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലൈ ചെയ്താലോ 1 2 3 4 4 ഇവിടെ 1 ഇവിടെ 4 ലേക്ക് 1 ന്റെ ഇമേജ് ആദ്യം കണ്ടുപിടിക്കണം അല്ലേ 1 രണ്ടാമത്തെ പെർമ്യൂട്ടേഷനിൽ 4 ലേക്ക് പോകും 4 4 ലേക്ക് പോകും 2 3 ലേക്ക് പോകും 3 3 ലേക്ക് പോകും 3 2 ലോട്ട് പോകും 2 1 ലേക്ക് പോകും 4 1 ലേക്ക് പോകും 1 2 ലോട്ട് പോകും ഓക്കെ ഇതിനെ എങ്ങനെ രണ്ട് സൈക്കിൾസിന്റെ രണ്ടോ ഒന്നോ എത്ര സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് എഴുതാം 1 4 2 3 അല്ലേ 1 4 2 3 ഒറ്റ സൈക്കിൾ ആയില്ലേ അപ്പൊ ഇതാണ് അവര് നമ്മള് ഏത് പെർമ്യൂട്ടേഷൻസിനെയും എന്തായിട്ട് എഴുതാമെന്ന് കണ്ടു ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാമെന്നുണ്ട് അല്ലെ ഏത് പെർമ്യൂട്ടേഷൻസിനെയും ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാമെന്ന് കണ്ടു ഏത് പെർമ്യൂട്ടേഷൻസിനെയും ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാമെന്ന് കണ്ടു ഇവിടെയും ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആണ് ഇവിടെയും ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആണ് ഇവിടെയും ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആണ് നെക്സ്റ്റ് കേൾക്കാലോ മനസ്സിലായോ ഇത് മനസ്സിലായോ ഈ പ്രോബ്ലംസ് ഒക്കെ എളുപ്പമല്ലേ ഉത്തരം പറഞ്ഞേ നിങ്ങൾ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടാ ഇവിടെ ഈ പ്രോബ്ലംസ് എളുപ്പമല്ലേ ആരുമില്ലേ ഇതില് ഹലോ ആ അടുത്ത തിയറം നമ്പർ എത്ര നമ്മുടെ 2.
തിയറം നമ്പർ 2.1 സെക്കൻഡ് മോഡ്യൂളിലെ ആദ്യത്തെ തിയറം അല്ലേ. every permutation of a finite set can be written as a cycle or as a product of disjoint cycle or as a product of disjoint cycles. ഒന്നുകിൽ എന്താണ് ഒരു സൈക്കിൾ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. ഇവിടെ പ്രധാനപ്പെട്ട തിയറമാണ്. Every permutation of a finite set can be written as a cycle or as a product of disjoint cycles. നമ്മൾ കണ്ടു ഏത് പെർമ്യൂട്ടേഷനും ഇവിടെ തൊട്ട് മുന്നേ കണ്ടില്ലേ, ഇതൊരു സെറ്റ് 1 2 3 4 5ന്റെ ഒരു പെർമ്യൂട്ടേഷൻ ആണ്. എന്താ ഈ ഒരു പെർമ്യൂട്ടേഷൻ സിംഗിൾ സൈക്കിൾ ആയിട്ടിരിക്കുന്നത്. ഇത് നോക്കിയേ, ഇതൊരു പെർമ്യൂട്ടേഷൻ ആണ്. ഈ ഒരു പെർമ്യൂട്ടേഷൻ 3 സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, 3 ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് അല്ലേ. ഇവിടെ എങ്ങനെയല്ലേ, ഇത് ഒരു പെർമ്യൂട്ടേഷനാണ്, ഈ പെർമ്യൂട്ടേഷൻ 2 ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ എന്തായിരിക്കും, ഏത് പെർമ്യൂട്ടേഷൻ എടുത്താലും, ഫൈനൈറ്റ് സെറ്റിലെ ഏത് പെർമ്യൂട്ടേഷൻ എടുത്താലും ഒന്നുകിൽ അതൊരു സൈക്കിൾ ആയിരിക്കും, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഒന്നുകിൽ സൈക്കിൾ ആയിരിക്കും, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ഡിസ്ജോയിന്റ് സൈക്കിൾസ് ആയിരിക്കും. Every permutation on a finite set is either a cycle or a product of disjoint cycles. So ഞാൻ എൻ്റെ പ്രൂഫ് എഴുതാൻ വേണ്ടിയിട്ട് ലെറ്റ് റോ ബി എ റോ എന്നോ സിഗ്മ എടുക്കാം. ലെറ്റ് സിഗ്മ be a given permutation of the set S is equal to set 1 2 3 etc. n. അപ്പോൾ 1 2 3 etc. n എന്ന സെറ്റിലെ ഒരു സിഗ്മ എന്നൊരു പെർമ്യൂട്ടേഷൻ എടുത്തു. അവിടെ നമുക്കറിയാം 1 2 3 എക്സെട്ര n എന്ന സെറ്റിന് എത്ര പെർമ്യൂട്ടേഷൻസ് ഉണ്ട്? നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ദ സെറ്റ് 1 2 3 എക്സെട്ര n ഈസ് n ഫാക്ടോറിയൽ ആണ് അല്ലേ. ആ n ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻസ് ഉള്ളതിൽ ഒരു പെർമ്യൂട്ടേഷൻ എടുത്തു, അതിന്റെ പേര് സിഗ്മ എന്നാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സിമ്പിൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. let a1 element of s. എസിലെ ഒരു എലമെന്റ് ആണ് a1. നിങ്ങൾ പറയും a1 ഇല്ല അവിടെ 1 2 3 4 5 എന്നൊക്കെ ഉള്ളതെന്നൊക്കെ പറയല്ലേ. a1 ഉദ്ദേശിക്കുന്ന 1 2 3 4 5 ആര് വേണോ അത് ഉദ്ദേശിച്ചു. a1 എസിൽ നിന്നെടുത്തു. സപ്പോസ് സിഗ്മ ഓഫ് a1, എന്തായാലും a1 ഒരു ഇമേജ് ഉണ്ടാവുമല്ലോ, അത് a2 എന്നും. ഇനി a2ഉം ഇവിടുത്തെ എലമെന്റ് തന്നെയാണ്, എസിലെ എലമെന്റ് തന്നെയാണ്. സിഗ്മ ഓഫ് a2ന് ഒരു ഇമേജ് ഉണ്ടായാലേ പറ്റുള്ളൂ പെർമ്യൂട്ടേഷൻ ആയതുകൊണ്ട്. a2ന്റെ ഇമേജ് a3 എന്നും എക്സെട്ര ഇങ്ങനെ എടുക്കാം. a2ന്റെ ഇമേജ് a3, a3ന്റെ ഇമേജ് a4 ഇങ്ങനെ എടുത്താൽ എസ് ഫൈനൈറ്റ് ആണ് അല്ലെ. എസ് ഫൈനൈറ്റ് ആയതുകൊണ്ട് these symbols cannot all be distinct. ഇത് എവിടെയെങ്കിലും അവസാനിക്കും, അത് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യും സംഭവം.
എന്തുകൊണ്ടായതുകൊണ്ട് ഫൈനൈറ്റ് ആയതുകൊണ്ട് ഓർമ്മയുണ്ടോ? സൈക്ലിക് ഗ്രൂപ്പ് ഫൈനൈറ്റ് സെറ്റ് പറഞ്ഞ ഓർമ്മയുണ്ടാവും. അതുപോലെ സിഗ്മ A1 A2 sigma A2 A3 etc. Since S is finite, these symbols cannot all be distinct. These symbols cannot all be distinct. സിഗ്മ A1 A2 sigma A2 A3 എക്സെട്ര എങ്ങനെ എടുക്കും? എസ് ഫൈനൈറ്റ് ആയതുകൊണ്ട് ഇത് എവിടെയെങ്കിലുമൊക്കെ അവസാനിക്കും. Cannot all be distinct and hence there exist at least positive integer arc such that അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ പോവാ. നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കണേ. സിഗ്മ ഇസ് ഈക്വൽ ടു ഞാൻ ഇങ്ങനെ എടുക്കും 1 1 2 3 3 4 4 6 5 7 6 ഇങ്ങനെ 2 ഇങ്ങനെ എടുക്കാൻ വിചാരിച്ച. അതായത് ഇങ്ങനെ പോവാം. ഈ ഇപ്പൊ ഇവിടെ സിഗ്മ 1 1 സിഗ്മ 1 വിട്ടേക്ക്. സിഗ്മ 2 3 ആണ്. സിഗ്മ 3 എവിടെയാ? 4 ആണ് അല്ലേ? സിഗ്മ 4 എന്താ? 6 ആണ്. സിഗ്മ 6 എന്താ? 2 ആണ്. ഇവിടെ 5 എന്നുള്ളത് കോമ്പറ്റീഷനിലായത്. സിഗ്മ 6 2 ആണ്. അപ്പൊ വീണ്ടും എന്ത് ചെയ്തു? 2 അവസാനിച്ചു. അപ്പോ sigma A1 A2 sigma A2 A3 etc. Since S is finite, these symbols cannot all be distinct. Hence there exist ഏതെങ്കിലും ഒരു എലമെന്റ് ഇമേജ് വീണ്ടും എന്താവും? 2 ആയില്ല. ഇവിടെ നമ്മൾ 2 ന്നിൽ തുടങ്ങി. വീണ്ടും 2 ഇമേജ് ഇവിടെ 2 ഇമേജ് ഇവിടെ 2 ഇവിടെ വന്നല്ലോ. അപ്പോ ഏതെങ്കിലും ഒരു 6 പോയി ഇമേജ് 2 വന്നു. അതുപോലെ ഏതെങ്കിലും ഒരു എവിടെയാ? there exists a least positive integer arc such that ഏതെങ്കിലും ഒരു ARന്റെ ഇമേജ് A1 വരും. അതായത് ആരാണ്? 1 R less than n അല്ലെ? and sigma of AR is equal to A1. കാരണം ഇത് ടെർമിനേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോ 2ന്റെ ഇമേജ് 3 3ന്റെ ഇമേജ് 4 4ന്റെ ഇമേജ് 6 ആണ്. ഇപ്പൊ 6ന്റെ ഇമേജ് 2 ആയപ്പോ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചു വന്നു അല്ലെ? ഇവിടെ A1ന്റെ A2 A2ന്റെ A3 A3ന്റെ A4 A4ന്റെ A5 എക്സെട്ര ARന്റേത് A1 വരും അല്ലെ? ശരി. എസ് ഫൈനൈറ്റ് ആയതുകൊണ്ടാണ്. കാരണം സിമ്പിൾസ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഇപ്പൊ ഏതോ ഒരു ARന്റെ ഇമേജ് എന്തായേ പറ്റൂ? A1 ആയേ പറ്റൂ. അപ്പൊ ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതല്ലേ സൈക്കിളിന്റെ ഡെഫിനിഷൻ പഠിച്ചു. ഓർമ്മ വേണ്ട? കഴിഞ്ഞ ദിവസം സൈക്കിളിന്റെ ഡെഫിനിഷൻ എഴുതി എങ്ങനെയല്ലേ? A1ന്റെ ഇമേജ് A2 A2ന്റെ ഇമേജ് A3 A3ന്റെ ഇമേജ് A4 എക്സെട്ര AR-1ന്റെ ഇമേജ് AR ARന്റെ ഇമേജ് A1 ആണെങ്കിൽ നമ്മൾ ഇതിനെ ഒരു സൈക്കിളായിട്ട് എഴുതുമല്ലോ. അപ്പൊ ഞാൻ ലെറ്റ് C is equal to cycle A1 A2 A3 etc. AR എന്ന് എടുത്തു.
C is equal to A1, A2, etc. ഇനി ആറും എന്നും സെയിം ആണെങ്കിൽ നമുക്ക് കേസായിട്ട് എടുക്കാം. കേസ് 1. If ഇവിടെ ഇങ്ങനെ പോകുന്നു വിചാരിക്കുക. ഇവിടെ ഇങ്ങനെ സിഗ്മ ഇസ് ഈക്വൽ ടു ഇങ്ങനെയാണ് 1 2 3 4 5 6 1 2 2 6 6 3 3 5 5 4 4 1 ഇങ്ങനെ വന്നാല് ഇവിടെ സിഗ്മ ഓഫ് 1 2 ആണ്, സിഗ്മ ഓഫ് 2 6 ആണ്, സിഗ്മ ഓഫ് 3 5 ആണ്, അല്ല സിഗ്മ ഓഫ് 6 എത്രയാണ് 3 ആണ്, സിഗ്മ ഓഫ് 3 5 ആണ്, സിഗ്മ ഓഫ് 5 4 ആണ്, സിഗ്മ ഓഫ് 4 1 ആണ്. ഇവിടെ നമ്മൾ എങ്ങനെ എഴുതും സൈക്കിള്? ഇവിടെ സൈക്കിൾ എഴുതുമ്പോൾ 1ന്റെ ഇമേജ് 2, 2ന്റെ ഇമേജ് 6, 6ന്റെ ഇമേജ് 3, 3ന്റെ ഇമേജ് 5, 5ന്റെ ഇമേജ് 4. ഇവിടെ നോക്കണം, ഇവിടെ ആകെന്ന് വെച്ചാൽ എത്രയാണ്? ഇവിടെ ആക്ച്വലി ദിസ് ഈസ് സിഗ്മ A1, ദിസ് ഈസ് സിഗ്മ A2, ദിസ് ഈസ് സിഗ്മ A3. നമ്മുടെ പ്രൂഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേ ദിസ് ഈസ് സിഗ്മ A4, ദിസ് ഈസ് സിഗ്മ A5, ദിസ് ഈസ് സിഗ്മ A6. അപ്പോ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ഇപ്പോ A1, A2, A3, A4, A5, A6 ഉണ്ട്. അവിടെ R is equal to എന്തായി? ഇവിടെ R is equal to 6 ആയി, അതായത് N ആയി. ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ ആക്ച്വലി ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ S ആരാണ്? 1 2 etc 6 ആണ്. N 6 ആയി. അപ്പോൾ ഇഫ് N is equal to R, ആറും എന്നും സെയിം ആണെങ്കിൽ then എന്തായിരിക്കും? ഇത് തന്നെയാണല്ലോ സൈക്കിള്. സിഗ്മ ഇതല്ലേ? അപ്പോൾ സിഗ്മയ്ക്ക് പകരം C കൊടുക്കാം. then സിഗ്മ is equal to C. C എന്താ നോക്കിയേ? ഇതൊരു സൈക്കിൾ അല്ലേ? So that sigma is a cycle. So that sigma is a cycle. അടുത്ത കേസ് 2. If n not equal to R, അല്ലെങ്കിൽ n not equal to R എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും? ഒന്നുകിൽ n ലെസ് ദാൻ R ആയിരിക്കും, അല്ലെങ്കിൽ n ഗ്രേറ്റർ ദാൻ R ആയിരിക്കും. പക്ഷെ ഇവിടെ എന്തേ വരുള്ളൂ? പെർമ്യൂട്ടേഷൻ അല്ലേ? അപ്പോൾ n ലെസ് ദാൻ R വരുള്ളൂ അല്ലേ? n ലെസ് ദാൻ R അല്ല, ഏതാ R ലെസ് ദാൻ n വരും, തിരിച്ചു വരും. ഇതേ വരുള്ളൂ, n ഗ്രേറ്റർ ദാൻ R വരും. അപ്പോ കേസ് 2, ഇഫ് R ലെസ് ദാൻ n, അപ്പോൾ സൈക്കിളിന്റെ ലെങ്ത് ടോട്ടൽ എലമെന്റ്സിന്റെ എണ്ണത്തെക്കാളും കുറവാണെങ്കിൽ R ലെസ് ദാൻ n. അപ്പൊ ഇനി R ലെസ് ദാൻ n ആണെങ്കിൽ ഇവിടെ എല്ലാവരും ആയിട്ടില്ല അല്ലേ? ഇതൊങ്ങനെ 1 2 3 4 5 6 7 1 2 2 5 5 1 3 3 4 7 7 4 ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇത് സിഗ്മ എടുത്താൽ ഇവിടെ 1 2 2 5 5 1 ഇതാണ് ആദ്യം കിട്ടിയ C. ആക്ച്വലി ഇവിടുത്തെ C ഇതാണ്. ഇനി ഇവിടെ ഇല്ലാത്ത 1 2 5 അല്ലാത്ത മറ്റൊരു എലമെന്റ് B എടുക്കാം, B1 element of sigma 1, so that B1 not in this cycle C. If R less than n, then B1 എന്ന എലമെന്റ് എവിടെ നിന്ന് എടുക്കുക? Then B1 be a symbol in
B1 be a symbol in S such that B1 be a symbol in S such that B1 not element of ഈ സെറ്റിൽ A1 A2 വേണമെങ്കിൽ സൈക്കിൾ ആയിട്ടും എഴുതിയാൽ മതി. A1 B1 not element of the cycle, B1 not element of the cycle, A1 A2 etc. AR. അപ്പോൾ ഈ സൈക്കിൾ ഇല്ലാത്ത, ആദ്യം എഴുതിയ സി എന്ന സൈക്കിൾ ഇല്ലാത്ത ഒരു എസ് എലമെന്റ് B1 എടുക്കുകയാണ്. അടുത്ത് വീണ്ടും ഇതേ പണി, മുകളിൽ ചെയ്ത അതേ പണി നമ്മൾ ഇവിടെ താഴെ കണ്ടിന്യൂ ചെയ്യുക. സ്റ്റാർട്ടിങ് വിത്ത് B1, starting with B1, we can construct the cycle, we can construct the cycle we can construct the cycle we can construct the cycle B1 തുടങ്ങുകയാണ്. B1 തുടങ്ങി B2 B3 അങ്ങനെ പോകുന്നു. അങ്ങനെ നേരത്തെ ചെയ്തതുപോലെ ഇവിടെ ചെയ്ത അതേ സ്റ്റെപ്പുകളാണ് നമ്മളിവിടെ എഴുതുന്നില്ല. ഇവിടെ B1 element of S, sigma B1 is equal to B2, sigma B2 is equal to B3 etc. Since S is finite, these symbols cannot be distinct and hence there exists a positive integer R എന്നോ അല്ലെങ്കിൽ K എന്നോ നിങ്ങൾ എടുക്കുക. K such that 1 less than or equal to K less than or equal to N and sigma BK is equal to B1 അങ്ങനെ എടുക്കണ്ടേ. Starting with B1, we can construct the cycle D is equal to B1 തുടങ്ങുക, B1 നിന്ന് B2 ലോട്ട് പോവുക, B2 B3 etc. BK as before, അല്ല കഴിഞ്ഞ സ്റ്റെപ്പിൽ ചെയ്തതുപോലെ. എടാ നോക്കടേ, ഉറപ്പായിട്ട് ഇവിടെയുള്ള ആരും തന്നെ ഇവിടെ ഉണ്ടാവില്ല, കാരണം ഇവിടെ ഇല്ലാത്തൊരു B1 ആണ് നമ്മളിവിടെ എടുത്തത്. ഉറപ്പായിട്ട് ഇവിടെ ഉള്ളവരാരും തന്നെ ഡിയിൽ ഉണ്ടാവില്ല. Clearly the cycles C and D are distinct. Clearly the cycles C and D are distinct. C and D are distinct. സിയും ഡിയും ഡിസ്റ്റിങ്ക്ട് സൈക്കിൾസ് ആണ്. ഇല്ല, ഡിസ്റ്റിങ്ക്ട് എന്നോ ഡിസ്ജോയിന്റ് എന്നൊക്കെ പറയാം. ഇനി വീണ്ടും ഒരു കണ്ടീഷൻ, ഇഫ് R plus S is equal to N ആണെങ്കിൽ, ആറും എസും കൂടി ആഡ് ചെയ്യുമ്പോൾ N കിട്ടുകയാണെങ്കിൽ, അല്ലെ, കാരണം സിഗ്മനെ സിയും ഡിയുമായിട്ട് പിരിച്ചു വെച്ചിരിക്കുക. അപ്പൊ സി ഇൻറ്റു ഡി എടുക്കുമ്പോൾ സിഗ്മ കിട്ടും. ഏതാ ആറും എസ്, ആർ പ്ലസ് എസ് ഇസ് ഈക്വൽ ടു എൻ ആണെങ്കിൽ ദെൻ സിഗ്മ ഇസ് ഈക്വൽ ടു സി ഡി, രണ്ട് പെർമ്യൂട്ടേഷൻസിന്റെ പ്രോഡക്റ്റ്, രണ്ട് സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇഫ് ആർ പ്ലസ് എസ് എന്നിനേക്കാളും ചെറുതാണെങ്കിലോ, ആർ പ്ലസ് എസ് എന്നിനേക്കാളും ചെറുതാണെങ്കിലോ, ആർ പ്ലസ് എസ് എന്നിനേക്കാളും, നേരത്തെ കണ്ടില്ല ഇവിടെ എന്നിനേക്കാളും ചെറുതാണ്, അല്ലെ, എന്നിനേക്കാളും ചെറുതാണ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പണി ഇവിടെ ചെയ്യും. അതുപോലെ ആർ പ്ലസ് എസ് ലെസ് ദാൻ എൻ ആണെങ്കിൽ മുകളിൽ ചെയ്ത പണി വീണ്ടും ചെയ്യുക. then we repeat the above process
to obtain more cycles, r plus s എന്നേക്കാളും ചെറുതാണെങ്കിൽ നമ്മൾ മുകളിൽ പറഞ്ഞ സ്റ്റെപ്പ് കേസ് 2 പറഞ്ഞില്ലേ, അതുപോലെ വീണ്ടും ചെയ്യും. To obtain more cycles until all the symbols appear in any one of the sets. Until S ലെ മുഴുവൻ എലമെന്റ്സ് പറഞ്ഞല്ലോ, all the symbols appear until all the symbols appear in one of the cycles. Thus we get a decomposition of sigma into disjoint cycles. നോക്കട്ടെ, അതായത് എല്ലാ പെർമ്യൂട്ടേഷനെയും ഒന്നുകിൽ ഒരു പെർമ്യൂട്ടേഷൻ സൈക്കിൾ ആയിരിക്കും, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ഡിസ്ജോയിന്റ് സൈക്കിൾസ് ആയിരിക്കും. അത് പ്രൂവ് ചെയ്യാൻ സിഗ്മ എന്നൊരു സൈക്കിൾ എടുത്തു, സിഗ്മ എന്നൊരു പെർമ്യൂട്ടേഷൻ എടുത്തു, 1 2 3 എക്സെട്ര n എന്ന സെറ്റിൽ നിന്നൊരു പെർമ്യൂട്ടേഷനാണ് സിഗ്മ. അപ്പോൾ അവിടുത്തെ എസ് എന്ന സെറ്റിലെ ഒരു എലമെന്റ് A1 എടുത്തു, ഇനി A1 A2 A2 A3 ഇങ്ങനെ പോകുന്നു. അവസാനം ഇതെല്ലാ സിമ്പിൾസും എസ് ഫൈനൈറ്റ് ആയതുകൊണ്ട് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നാൽ A1 A2 A2 ഇമേജ് A3 ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് A3 ആണ്. ഈ ഔട്ട്പുട്ടിനെ ഇൻപുട്ട് ആക്കി വെച്ചുകൊണ്ട് സിഗ്മ A3 കണ്ടുപിടിക്കുക, സിഗ്മ A4 അവിടെ കിട്ടുന്ന ആൻസർ A4 ആണെങ്കിൽ സിഗ്മ A4 കണ്ടുപിടിച്ച് ഈ പ്രോസസ്സ് പോകുമ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് സിഗ്മ AR വീണ്ടും ഈ A1 വരും അല്ലെ, ഫൈനൈറ്റ് ആയിട്ട് വന്നേ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ A1 A2 എക്സെട്ര AR ഒരു സൈക്കിളായിട്ട് ഫോം ചെയ്യും. ഇനി ഇവിടെ തന്നെ എല്ലാവരും ഉണ്ടെങ്കിൽ, നമ്മുടെ പെർമ്യൂട്ടേഷനിൽ എല്ലാ എലമെന്റ്സ് ഇതിനകത്ത് ഉണ്ടെങ്കിൽ R n ഈക്വൽ ആണെങ്കിൽ ഓക്കെ, സിഗ്മ NC ആയിരിക്കും. ഇങ്ങനെ അല്ല R ലെസ് ദാൻ n ആണെങ്കിൽ സിഗ്മ ഇസ് ഈക്വൽ ടു B1 ഇല്ലാത്ത A1 A2 എക്സെട്ര AR ഇല്ലാത്ത ഒരു B1 എടുക്കുക. B1 ഇതുപോലെ നേരത്തെ പോലെ B1 സിഗ്മ ഓഫ് B1 B2 സിഗ്മ ഓഫ് B2 B3 സിഗ്മ ഓഫ് B3 B4 എക്സെട്ര സിഗ്മ ഓഫ് BK ഇസ് ഈക്വൽ ടു B1 ആവും, നേരത്തെ എടുത്തതുപോലെ. ഉറപ്പായിട്ട് ഇവിടെയുള്ള ആരും തന്നെ ഇവിടെ ഉണ്ടാവില്ല, കാരണം ഡിസ്ജോയിന്റ് ആണ്. ഇവിടെ ഇല്ലാത്ത ഒരാളെ നോക്കി നമ്മൾ എടുത്തത്. അപ്പോൾ ആറും എസും എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇവിടെ 6 എലമെന്റ്സ് ഉണ്ട് ഈ സി എന്ന സൈക്കിളിൽ, ഇവിടെ ഡി എന്ന സൈക്കിളിൽ K എലമെന്റ്സ് ഉണ്ട് അല്ലെ, 6ഉം K. ഇവിടെ R പ്ലസ് K ഇസ് ഈക്വൽ ടു N ആണെങ്കിൽ R പ്ലസ് K ആണ്. ഇവിടെ 6 സൈക്കിൾസ് ഉണ്ട്, ഇവിടെ 6 സൈക്കിൾസ്, ഇവിടെ K സൈക്കിൾസ്, രണ്ടും കൂടി ചേരുമ്പോൾ R പ്ലസ് K സൈക്കിൾസ് ആവും. R പ്ലസ് K സൈക്കിൾസ് R പ്ലസ് കെയും എന്നും ഈക്വൽ ആണെങ്കിൽ സിഗ്മ ഇസ് ഈക്വൽ ടു C ഇൻറ്റു D. R പ്ലസ് K എന്നിനേക്കാളും ചെറുതാണെങ്കിൽ സിഗ്മ വീണ്ടും ഇതേ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുക, സിഗ്മ ഇസ് ഈക്വൽ ടു C D E ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കും. ഓരോന്നും ഓരോ സൈക്കിൾസ് ആയിരിക്കും. അപ്പോൾ സിഗ്മനെ ഡിസ്ജോയിന്റ് സൈക്കിൾസ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യാൻ സാധിക്കും.